വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. ദൈവം മനുഷ്യനെ അതിരില്ലാതെ സ്നേഹിച്ചതിൻ്റെ തെളിവാണ് കാലിത്തൊഴുത്തിലെ പിറവി. ക്രിസ്തുമസ് ദൈവം കൂട്ടിനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവിന് പറയുന്ന പേരാണ് ക്രിസ്തുമസ്. ദൈവം മനുഷ്യർക്ക് നൽകുന്ന പ്രതീക്ഷയാണത്. കാണാമറിയത്ത് വസിച്ചിരുന്ന ദൈവം മനുഷ്യരോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. ആധുനിക മനുഷ്യൻ തേടുന്നത് മനുഷ്യൻ്റെ കൂട്ട് മാത്രമാണ്. ഫേസ്ബുക്കും ട്വിറ്ററും തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളെല്ലാം കൂട്ടുകൂടാനുള്ള കൂട്ടായ്മകളാണ്. ദൈവം നൽകുന്ന കൂട്ടിന് പകരമായി ഇതൊന്നും മാറുന്നില്ല. മനുഷ്യന് വേണ്ടത് ഉറപ്പുള്ള കൂട്ടാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്തത്. ദൈവം നമുക്ക് കൂട്ടിനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്തുമസ്. ധനിക ദരിദ്ര വ്യത്യാസമില്ലാതെ ദേശങ്ങളുടെയും ഭാഷകളുടെയും അതിർവരമ്പുകൾ ഭേദിച്ച് ലോകം മുഴുവൻ ഒന്നായി തീർന്ന് രക്ഷകന്റെ ജനനം ആഘോഷിക്കുന്ന ആനന്ദത്തിൻ്റെ സുദിനം. സമാധാനവും ശാന്തിയും ലോകമെങ്ങും നിറച്ച് ദേവാലയങ്ങളിലും ഉണ്ണീശോയെ വഹിച്ചുള്ള കരോൾ ഘോഷയാത്രകളിലും മാലാഖമാരുടെ കീർത്തനങ്ങൾ ആവർത്തിച്ചു മുഴങ്ങുന്ന ആഘോഷരാവ്. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ച് ശക്തരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി എളിയവരെ ഉയർത്തുന്ന ദൈവിക പദ്ധതിയുടെ മകുടോദാഹരണമാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ രക്ഷകന്റെ ജനനം. ഓരോ ക്രിസ്തുമസ് രാവിലും ഉണ്ണീശോ പിറക്കാൻ ഇടം അന്വേഷിക്കുന്നത് ലാളിത്യത്തിൻ്റെ പുൽത്തൊട്ടികളിലാണ്. നമ്മുടെ ശരീരമാകുന്ന ദേവാലയവും ഹൃദയമാകുന്ന പുൽക്കൂടുകളും രക്ഷകനായ ഉണ്ണീശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയമാണ് ക്രിസ്തുമസ്. ഉണ്ണീശോയെ സ്വീകരിക്കാൻ സ്വഭവനങ്ങളിലും ജനഹൃദയങ്ങളിലും പുൽക്കൂടുകൾ ഒരുക്കി കാത്തിരിക്കുന്ന എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങളും പുതുവത്സരാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു.